ഹലോ ഹായ് മക്കളെ. അപ്പോൾ നമ്മുടെ ഓൺ എക്സാം ഒക്കെ അടുക്കാറായി. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ, 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ സർവ്വസമവാക്യങ്ങൾ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഒരെണ്ണം പഠിച്ചിരുന്നു, ഇക്വേഷൻസ് എന്ന് പറഞ്ഞൊരു സംഗതി പഠിച്ചിരുന്നു. അതിനകത്ത് സമവാക്യങ്ങൾ ഇന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോൾ സർവ്വസമവാക്യങ്ങൾ. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, യെസ്. നോക്കുമ്പോൾ ഇക്വേഷൻസ് ഒരു സൈഡിൽ, ഐഡന്റിറ്റീസ് ഒരു സൈഡിൽ, രണ്ട് സൈഡിലായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു ഇക്വേഷൻ രണ്ടിലും എഴുതിയും വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ഇതിൽ എന്താ 2x + 3 = 3x + 2 എന്നും ഇപ്പുറത്ത് x + x + 1 = 2x + 1 എന്നും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. അത് ആദ്യം ഒന്ന് പറയുമ്പോൾ ഇക്വേഷൻസിൽ x = 1, എക്സിന് 1 എന്ന വാല്യൂ കൊടുത്താൽ മാത്രമേ ഇക്വേഷൻസിൽ അത് ട്രൂ ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് രണ്ട് സൈഡും ഈക്വൽ ആവണമെങ്കിൽ ഇക്വേഷൻസിൽ സമവാക്യങ്ങളിൽ x = 1 എന്ന് കൊടുക്കണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം 2 × 1, എക്സിന്റെ സ്ഥാനത്ത് ഞാൻ ഇവിടെ 1 കൊടുക്കുകയാണ്, +3 = ഇപ്പുറത്ത് എത്രയാണ് 3x, അവിടെ എക്സിന് പകരം 1 കൊടുക്കുന്നു. 3 × 1 + 2 കൊടുക്കുന്നു. അപ്പോൾ 2 × 1 എത്രയാണ് 2 ആണ്. 2 + 3 5 എന്ന് കിട്ടുന്നു. ഒരു സൈഡിൽ നമുക്ക് 5 എന്നാണ് കിട്ടുന്നത്. അതിനുശേഷം ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 3 × 1 3 ആണ്, 3 + 2 5 തന്നെ. അപ്പോൾ 5 = 5 ഒന്ന് കൊടുത്തപ്പോൾ കറക്റ്റായി. ഇനി അതിനുശേഷം നമുക്ക് x = 2 എന്നിട്ട് കൊടുക്കാം. x = 2 ഒന്നൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ 1ന്റെ ഭാഗത്ത് എല്ലായിടത്തും 2 ഇട്ട് കൊടുക്കുവാണ്, ഇവിടെയും 2 ഇട്ട് കൊടുക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ എന്താ 2 × 2 4, 4 + 3 നമുക്ക് 7 ആണ് കിട്ടുന്നത് അല്ലേ. 7 എന്നാണ് ഇവിടെ കിട്ടുക. ഇപ്പുറം നോക്കുമ്പോൾ 3 × 2 6, 6 + 2 എത്രയാണ് 8 ആണ് കിട്ടുന്നത്. സോ 7 = 8 ആണോ? അല്ല, നോട്ട് ഈക്വൽ ടു ആണ് അല്ലേ. സോ രണ്ട് സൈഡും നമുക്ക് തുല്യം ആകുന്നില്ല. അതിനർത്ഥം എന്താണ്? ഇക്വേഷൻസ് എപ്പോഴും x = 1 എന്ന വാല്യൂവിൽ മാത്രമേ ട്രൂ ആകുന്നുള്ളൂ. നമുക്ക് സർവ്വസമവാക്യങ്ങൾ അല്ലെങ്കിൽ ഐഡന്റിറ്റീസിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. x നമ്മൾ ആദ്യം 1 കൊടുത്തു. അപ്പോൾ ആദ്യം എന്താണ് 1 + 1 + 1 = 2 × 1 + 1. നോക്കുമ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്. 1 + 1 2, ബ്രാക്കറ്റിലുള്ളത് ആദ്യം നമ്മൾ ചെയ്തു. അതിനുശേഷം 2 × 1 2 ആണ്, 2 + 1 ഇവിടെ 1 + 2, അപ്പുറത്ത് 2 + 1, എന്ത് ചെയ്താലും 3 ആണ് കിട്ടുന്നത്. സോ 3 = 3 കറക്റ്റായി. ഇനി നമ്മൾ 1ന് പകരം 2 കൊടുക്കുകയാണ്. 1ന് പകരം 2 കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 കൊടുക്കുന്നു. അതിനുശേഷം ഇക്വേഷനിൽ ഇത് 2 ആക്കുന്നു. പിന്നെ അപ്പുറത്ത് ഇവിടെ ഒരു 2 ഉണ്ട്. നമുക്ക് നോക്കുമ്പോൾ ആദ്യം അകത്ത് ചെയ്യുന്നു. 2 + 1 that is 3. പിന്നെ ആദ്യം ഇവിടെ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കുക, ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ കേട്ടോ. ബോട്ട് മാസ് റൂൾ പ്രകാരം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 2 × 2 that is 4. 4 + 1ഉം 1 + 3 ആണ് നമുക്ക് കിട്ടാം. എത്രയാണ് 1 + 3? 1 + 3 = 4. യെസ്. അപ്പോൾ ഇവിടെ 2 + 3 that is = 5. ഇപ്പുറത്ത് എത്രയാണ് 4 + 1 that is = 5. കറക്റ്റ് ആയില്ലേ? 5 = 5. അപ്പോൾ ഐഡന്റിറ്റീസിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും തുല്യമായിരിക്കും. സർവ്വസമവാക്യങ്ങൾ എപ്പോഴും തുല്യമായിട്ട് വരും. എക്സിനിപ്പോൾ ഏത് വാല്യൂ കൊടുത്താലും 1ഓ 2ഓ 3ഓ 4ഓ എന്ത് കൊടുത്താലും ഐഡന്റിറ്റീസിൽ രണ്ട് സൈഡും ഇതെന്താണ് LHS സൈഡ്, ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഈക്വൽ ടുവിന്റെ ലെഫ്റ്റിലുള്ള സൈഡാണ് LHS, ഇപ്പുറമുള്ളതാണ് RHS. അത് രണ്ടും എപ്പോഴും തുല്യമായി വരുന്ന ഐഡന്റിറ്റീസ്, അതിനെയാണ് സർവ്വസമവാക്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. യെസ്. അപ്പോൾ ഈ സ്ലൈഡ് നോക്കിയാൽ മക്കളെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ഒരു സ്ലൈഡിലേക്ക് കൺക്ലൂഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഏറ്റവും ഫസ്റ്റ് നോക്ക്, x + y × u + v, x + y × u + v എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താകുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ആദ്യം x കൊണ്ട് ഇപ്പുറമുള്ള യുവിനെയും x കൊണ്ട് വീണ്ടും ഇപ്പുറമുള്ള വിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. എക്സിനെ കോമൺ ആയിട്ട് u കൊണ്ടും v കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ആളാരാണ്? y ആണ് അല്ലേ. y-നെ u കൊണ്ടും y-നെ v കൊണ്ടും രണ്ടാമത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, എക്സിനെ u വെച്ച് മൾട്ടിപ്ലൈ ആണ്, x × u അല്ലെങ്കിൽ xu എന്ന് നമുക്ക് കിട്ടുന്നു. അതിനുശേഷം നടുക്ക് എവിടെ എന്താണ് ചിഹ്നം വരുന്നത്? പ്ലസ് ആണ് അല്ലെ, അഡീഷൻ ആണ്. സോ നമ്മൾ പ്ലസ് ഇട്ട് കൊടുത്തു. പിന്നീട് x × v ദാറ്റ് ഈസ് xv എന്ന് കിട്ടി. അടുത്ത നമ്മൾ y-നെയാണ് പിടിക്കാൻ പോകുന്നത്. y × v ദാറ്റ് ഈസ് y that is yu പ്ലസ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം y × v that is
YV എന്ന് കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് എടുക്കേണ്ടത്. അതിനുശേഷം രണ്ടാമത്തെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പം നമ്മൾ കോമൺ ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു എന്നാണ് അർത്ഥം, അതിൻ്റെ വർഗ്ഗം എടുക്കുന്നു എന്ന് പറയും. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. എന്താണ് ഇക്വേഷൻ വരേണ്ടത്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അതിനുശേഷം എക്സ് മുകളിൽ പ്ലസ് ആയിരുന്നു, താഴത്തേക്ക് വരുമ്പോൾ മൈനസ് ആകുന്നു. എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, ദാറ്റ് മീൻസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. രണ്ട് എക്സ് മൈനസ് വൈകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്നത് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ആൻസർ എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അല്ലെ, ഈ രണ്ട് ഇക്വേഷനിൽ ഒരു മൈനസിന്റെ വ്യത്യാസം ഇവർ തമ്മിലുള്ളൂ. അപ്പം മൈനസ് കറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. എക്സും വൈയും കൂടി ആദ്യം കൂട്ടുന്നു, അതിനുശേഷം എക്സും വൈയും കൂടി സബ്ട്രാക്ട് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുന്നു? എന്താണ് കിട്ടുന്നത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഈ 4 ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ എന്തായാലും എക്സാമിന് ചോദിച്ചിരിക്കും. ഓക്കെ, അടുത്തത് ഒരു കലണ്ടറിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട്. നോക്കി, ഒരു കലണ്ടറിൽ ഒരു ബോക്സ് എടുക്കാം. ജസ്റ്റ് ഒരു ബോക്സ് എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ബോക്സിലുള്ള നമ്പേഴ്സ് 5, 6, 7, 8 എന്നാണ്. ഇത് ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റണം. നമ്മളിവിടെ 5 ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുകയാണ്. 5 ഈക്വൽ ടു എക്സ്. 5ന് പകരം നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു ഫോം അല്ലെങ്കിൽ വേരിയബിൾ ആണ് കൊടുക്കുന്നത്. 5ന് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ 6ന് എത്ര കൊടുക്കണം? 5നോട് 1 കൂടിയാലാണ് 6. 5നോട് 1 കൂടിയാലാണ് 6 കിട്ടേണ്ടത്. അപ്പോൾ എക്സിനോടും 1 കൂടണം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 എന്ന് എഴുതി. അതിനുശേഷം 7 5നോട് 2 കൂടിയാലാണ് 7 കിട്ടേണ്ടത്. സോ എക്സിനോട് 2 കൂട്ടണം. ലാസ്റ്റത്തെ 8 ആണ്. 5നോട് 3 കൂട്ടിയാലാണ് 8 കിട്ടേണ്ടത്. സോ അതുകൊണ്ട് എക്സിനോട് 3 കൂട്ടണം. അങ്ങനെയാണ് നമ്മൾ ഈ കലണ്ടർ ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റി എഴുതുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് പാതി ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 26 ഇൻറ്റു 74, 26നെ 74 കൊണ്ട് ഗുണിക്കണം. നമുക്ക് നോർമലി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ ചെയ്യാം, പക്ഷെ നമ്മളിവിടെ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ഓൾജിബ്രിക് ഫോമിലാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, എക്സ് പ്ലസ് യുവും വൈ പ്ലസ് ബിയും വെച്ച് ചെയ്യുന്ന കാര്യം ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ സെയിം പരിപാടി ഇവിടെയും അപ്ലൈ ചെയ്യണം. നമ്മളിവിടെ 26നെ 2 സംഖ്യകളുടെ സമ്മായിട്ട് മാറ്റി എഴുതണം. 26 ഈക്വൽ ടു 20 പ്ലസ് 6 എന്ന് എഴുതാം നമുക്ക്, ഇല്ലേ? പിന്നെ 74 ഈക്വൽ ടു 70 പ്ലസ് 4 എന്ന് എഴുതാം. അങ്ങനെ വെച്ചുകൊണ്ട് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ 26 ഇൻറ്റു 74 ചെയ്യുന്നതിന് പകരം ഈ സമ്മുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തെടുത്താലും മതി. സോ 20 പ്ലസ് 6 ഇൻറ്റു 70 പ്ലസ് 4. ആദ്യം നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. നമ്മൾ 20 കോമൺ ആയിട്ട് 70 കൊണ്ടും 4 കൊണ്ടും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം 6നെ 70 കൊണ്ടും 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. 20 ഇൻറ്റു 70 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു 4 ആദ്യം ചെയ്യാം. ദാറ്റ് ഈസ് 14. എന്നിട്ട് 2 സീറോസ് ഇട്ട് കൊടുത്താൽ മതി. സോ 20 ഇൻറ്റു 17 1400 ആണെന്നാണ് നമുക്ക് കിട്ടേണ്ടത്. 20 ഇൻറ്റു 70 ചെയ്തു. ഇനി 20 ഇൻറ്റു 4 ചെയ്യാം. 20 ഇൻറ്റു 4 ചെയ്യുമ്പോൾ ആദ്യം 2 ഇൻറ്റു 4 8 ചെയ്യാം. എന്നിട്ട് 0 ഇട്ട് കൊടുക്കാം. പ്ലസ് അടുത്തത് 6 ഇൻറ്റു 70, 6 ഇൻറ്റു 7 ചെയ്യുമ്പോൾ നമുക്ക് 42 ആണ് കിട്ടേണ്ടത്. അതിന് കൂടെ 0 ഇട്ട് കൊടുക്കാം. അതിനുശേഷം 6 ഇൻറ്റു 4 24 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമുക്കിനി ഇത് കൂട്ടിയെടുക്കാനായിട്ടേ ഉള്ളൂ. മൊത്തം നമ്മൾ നമ്പേഴ്സ് എടുത്ത് എഴുതി. ഇനി നമുക്കത് കൂട്ടിയെടുക്കാനുള്ളൂ. ആദ്യം 80ഉം 420 കൂടി കൂട്ടാം. കാരണം 8ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 500 ആയി പോകും. 500ഉം 1400ഉം 1900, അതിൻ്റെ കൂടെ 24 കൂടി ഇട്ട് കൊടുക്കാം. സോ 1924 എന്താണ് നമുക്ക് 26നെ 74 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. ഇത് നമുക്ക് നോർമലി മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും. പക്ഷെ നമുക്കിവിടെ ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് ചെയ്യേണ്ടത്. യെസ്, നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 98 ഇൻറ്റു 66. നമുക്കതിനെ 90 പ്ലസ് 8 എന്നെടുക്കാം. 98നെ 90 പ്ലസ് 8 എന്നെടുത്തു. ഇൻറ്റു 66, ദാറ്റ് ഈസ് 60 പ്ലസ് 6. നമുക്ക് 60 പ്ലസ് 6 തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2 നമ്പേഴ്സിന്റെ സമ്മായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പം 61ഉം 5ഉം എടുത്താലും ഒരു കുഴപ്പമില്ല. 60ഉം 6 കൂട്ടുമ്പോൾ നമുക്ക് 66 കിട്ടണം അല്ലെങ്കിൽ 98 കിട്ടണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 90നെ കോമൺ ആയിട്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നീട് 8നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് നോക്കാം. 90ഉം 60ഉം 9ഉം 6ഉം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 54.
54 2 0 ഇട്ട് കൊടുക്കാം പ്ലസ് സൈനിന് മാറ്റൂല കാരണം ഇതിനകത്ത് മൊത്തം പ്ലസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി അതിനുശേഷം 90 × 6 540 പ്ലസ് അടുത്തത് 8 × 60 8ഉം 6ഉം 48 ആണ്. അതിനോടൊപ്പം 0 ഇട്ട് കൊടുക്കാം. അതിനുശേഷം 8 × 6 ദാറ്റ് ഈസ് 48. ഇനി നമുക്ക് കൂട്ടാം. ആദ്യം ഈ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ 5 400 എടുത്ത് എഴുതി. പിന്നെ 540ഉം 480 കൂട്ടുമ്പോൾ 1020 എന്നാണ് കിട്ടുന്നത് പ്ലസ് 48. സോ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത് 6468 എന്നാണ്. 98നെ 66 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം. സോ ഇങ്ങനെ ഓൾജിബ്രിക് ഫോമിൽ ഇത് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ കലണ്ടറിന്റെ പ്രോബ്ലം വരുന്നത്. നമ്മൾ പഠിച്ചതാണ്. നമ്മളൊരു കലണ്ടർ തന്നിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഏതെങ്കിലും 4 ലെറ്റേഴ്സ് അല്ല 4 നമ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യണം. നോക്ക്, മാർക്ക് 4 നമ്പേഴ്സ് ഇൻ കലണ്ടർ ആൻഡ് ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രൊഡക്ട്സ് അല്ലെ. അപ്പോൾ ഏതെങ്കിലും 4 നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡയഗണൽ പ്രൊഡക്റ്റ് എടുക്കാനാണ് പറയണത്. സ്ക്വയർ ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 3 4 8 9 എന്നുള്ള 4 നമ്പേഴ്സ് ആണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രൊഡക്ട്സ് അല്ലെ. ഡയഗണൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ ഡയഗണൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡയഗണൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഒരു നമ്പറിന്റെ പ്രൊഡക്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഉൽപ്പന്നം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാന്ന് അർത്ഥം. സോ അതിന്റെ ഡയഗണൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ആ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ദിസ് യൂസിങ് ഓൾജിബ്ര. ഓൾജിബ്ര ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്ത് എടുക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്പർ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട് 3 4 8 9. അപ്പോൾ ഡയഗണൽ പെയേഴ്സ് എടുക്കാം. 3ഉം 9ഉം 8ഉം 4ഉം. സോ ആദ്യം 3 × 9 × 9 ചെയ്യുമ്പോൾ നമുക്ക് 27 എന്ന് കിട്ടുന്നു, 27 എന്ന് കിട്ടുന്നു. അതിനുശേഷം 8 × 4 8 × 4 ചെയ്യുമ്പോൾ 32 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്കതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടി. ഇനി അതിൻ്റെ ഡിഫറൻസ് എടുക്കാം അല്ലെങ്കിൽ വ്യത്യാസം എടുക്കാം. ഡിഫറൻസ് ഈക്വൽ ടു 32 മൈനസ് 27. 32ൽ നിന്നും 27 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്നാണ് ആൻസർ കിട്ടുക. ഇനി അതിനുശേഷം ഇത് ഓൾജിബ്രിക് ഫോമിലേക്ക് മാറണം. ഓൾജിബ്ര ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ 3നെ x ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. 3നെ x ആയി എടുക്കുന്നു. 3നെ x ആയി എടുത്തതിനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു 3x ആണെങ്കിൽ 4 അതിനോട് 1 കൂട്ടിയതാണ്. സോ എക്സിനോട് 1 കൂട്ടിയതായിരിക്കണം നമ്മുടെ 4. എക്സിനോട് 1 കൂട്ടുന്നു. അതിനുശേഷം 8 3നോട് 5 കൂട്ടിയാലാണ് 8 കിട്ടുക. അപ്പൊ എക്സിനോടും 5 കൂട്ടുന്നു, എക്സിനോടും 5 കൂട്ടുന്നു. പിന്നീട് 9ലേക്ക് വരുമ്പോൾ 3നോട് 6 കൂട്ടിയാലാണ് 9 കിട്ടുന്നത്. അതുകൊണ്ട് എക്സിനോട് നമ്മൾ 6 കൂട്ടുന്നു. അപ്പൊ നമ്മുടെ ഓൾജിബ്രിക് ഫോമിലുള്ള ബോക്സ് ഇതാണ്. x plus 1 x plus 5 and x plus 6. ഇതിന് നമ്മൾ വീണ്ടും ഈ സെയിം മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യണം. ഡയഗണൽ എടുക്കണം, അതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഡയഗണൽ എടുക്കുമ്പോൾ ഫസ്റ്റ് ഏതാണ്? x into x plus 6. x into x plus 6. നമുക്ക് നോക്കുമ്പോൾ നേരത്തെ ചെയ്ത അതേ പരിപാടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സിനെ x കൊണ്ടും 6 കൊണ്ടും കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ x into x that is x സ്ക്വയർ. x into x എത്രയാണ്? x സ്ക്വയർ. ചിഹ്നത്തിന് മാറ്റൂല, പ്ലസ് തന്നെയാണ്. അതിനുശേഷം x into 6 that is 6x എന്ന് കിട്ടുന്നു, 6x എന്ന് കിട്ടുന്നു. അതിനുശേഷം നമ്മൾ അടുത്തത് എടുക്കുന്നു. അടുത്ത പേര് ഏതാണ്? x plus 5ഉം മുകളിൽ x plus 1ഉം. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ ചെയ്ത അതേ പരിപാടിയാണ് ഇവിടെ ചെയ്യേണ്ടത്. കോമൺ ആയിട്ട് x കൊണ്ടും 1 കൊണ്ടും ചെയ്യുന്നു. 5നെ കോമൺ ആയിട്ട് x കൊണ്ടും 1 കൊണ്ടും ചെയ്യുന്നു. അപ്പോൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് x into x that is x സ്ക്വയർ പ്ലസ് x into 1 that is x. പിന്നീട് 5 into x that is 5x. പിന്നെ 5 into 1 that is 5. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്താണ്? x സ്ക്വയർ പ്ലസ് x പ്ലസ് 5x പ്ലസ് 5 എന്നാണ് വരുന്നത്. നോക്കുമ്പോൾ ഇവിടെ നോക്ക്, എക്സും 5xും എക്സിന്റെ കോമൺ ആയിട്ടുള്ള 2 ടേംസ് ഉണ്ട്. എക്സിനെയും 5xനെയും കൂടെ കൂട്ടിയാൽ നമുക്ക് 6x. അവർ രണ്ടും കൂടി സം ചെയ്യുമ്പോൾ 6x എന്നാണ് കിട്ടുന്നത്. x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5, 6x പ്ലസ് 5. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുന്നത്. ഒരു പെയറിന്റെ പ്രൊഡക്റ്റ് നമുക്ക് x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 എന്ന് കിട്ടി. ഇത് ഈ ഒരു ബോക്സിലാക്കിയിരിക്കുന്നതാണ് ഒരെണ്ണത്തിന്റെ പ്രൊഡക്റ്റ്. ഇതാണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിഫറൻസ് എടുക്കണം. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ x സ്ക്വയർ പ്ലസ് 6x ഉണ്ട്, ഇതിലും x സ്ക്വയർ പ്ലസ് 6x ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ
ബാക്കി വരുന്ന ആളാരാ? ഒരൊറ്റ ഒരാളേ ഉള്ളൂ അല്ലേ? ഇവിടുത്തെ 5നെയാണ് നമുക്ക് ബാക്കി കിട്ടുന്നത്. അപ്പൊ ഇവിടെയും ഡിഫറൻസ് നമ്മൾ എന്ത് കിട്ടുന്നു? 5 കിട്ടുന്നു. നമ്മൾ നമ്പറിൽ ചെയ്തപ്പോൾ എന്ത് തന്നെയായിരുന്നു? 5 തന്നെയായിരുന്നു. അപ്പൊ ഇത് എങ്ങനെ ചെയ്താലും ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റുമ്പോഴും 5 തന്നെയാണ് കിട്ടുന്നത്. അതിന്റെ ആൻസറിന് അല്ലെങ്കിൽ ഡിഫറൻസിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഓൾജിബ്ര എഴുതുമ്പോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ 3നോട് 6 കൂട്ടിയാലാണ് 9 കിട്ടുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെയ്താലേ നമ്മൾ ഡയഗണലിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും നമുക്ക് ഡിഫറൻസ് 5 തന്നെ കിട്ടുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ പാറ്റേൺ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. 1 into 4 equal to 2 into 3 minus 2. 2 into 5 equal to 3 into 4 minus 2. 3 into 6 equal to 4 into 5 minus 2. 4 into 7 equal to 5 into 6 minus 2. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. ഫസ്റ്റ് ഇതെടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ആ ഒരു നമ്പർ സീരീസ് എടുത്തു കഴിഞ്ഞാൽ 1, 4, 2, 3 ഫസ്റ്റത്തെ നമ്പേഴ്സാണ്. 1, 2, 3, 4 ആ നമ്പേഴ്സാണ് ഫസ്റ്റ് ഇതിൽ വന്നേക്കുന്നത്. അടുത്തതിലേക്ക് നോക്കുമ്പോൾ 2, 5, 3, 4 ദാറ്റ് ഈസ് 2, 3, 4, 5 അങ്ങനെ ഇനിയാണ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പോയിരിക്കുന്നത്. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ്. ബാക്കിയുള്ള അടുത്ത രണ്ട് വരുന്ന ലൈൻസ് ഏതൊക്കെയായിരിക്കും, ഇനി അങ്ങോട്ട് വരുന്ന 2 ലൈൻസ് ഏതായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എയിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഈ ഒരു പാറ്റേൺ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1, 2, 3, 4 ഇവിടെ ആണെങ്കിൽ 4, 5, 6, 7 അപ്പൊ അടുത്തത് ഉറപ്പായിട്ട് എന്തായിരിക്കും? 5 ആയിരിക്കും അല്ലെ? 5 ആയിരിക്കും. ആൻഡ് ഇപ്പുറത്ത് വരുന്നത് 4, 5, 6, 7 അടുത്തത് എന്തായാലും 8 ആയിരിക്കും. 8 കിട്ടി. ഈക്വൽ ടു ആൻഡ് ഇവിടെ നോക്കാം 2, 3, 4, 5 അടുത്തത് 6 ആണ് വരേണ്ടത്. ഇൻറ്റു ബ്രാക്കറ്റ് വേണം. ഇൻറ്റു ആൻഡ് ഇവിടെ നോക്കുമ്പോൾ 3, 4, 5, 6 അടുത്തത് 7 ആണ് വരേണ്ടത്. -2 ഇവിടെ നോക്കുമ്പോൾ ഏതാണ് പാറ്റേൺ വരുന്നത്? 6, 7, 5, 6, 7, 8 ആ ഒരു നമ്പർ സീരീസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അടുത്ത പാറ്റേൺ വരുമ്പോൾ സെയിം തന്നെ നമുക്ക് ഇതുപോലെ തന്നെ 5ന് പകരം അടുത്തത് 6 വരും. അടുത്ത 6 into 9 equal to 7 into 8 -2. അപ്പൊ ഇങ്ങനെ ഫസ്റ്റത്തെ 4 നമ്പേഴ്സ് 1, 2, 3, 4 ഏതെങ്കിലും ഒരു നമ്പറിനെ ഇപ്പൊ നമ്മളിവിടെ 1നെ എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ 2ന് നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് 1 കൂട്ടണം. പിന്നീട് 3 എടുക്കുന്നു. അപ്പോഴും നമ്മൾ 1 ആയിട്ടാണ് അതിനെ കണക്ട് ചെയ്യേണ്ടത്. 1നോട് 2 കൂട്ടണം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2. ആൻഡ് 4 എടുത്തു. അത് 1നോട് 3 കൂട്ടണം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3. അതാണ് നമ്മുടെ ഓൾജിബ്രിക് ഫോം വരേണ്ടത്. ഇനി ഇതിന് ശേഷം ഒരു ലൈനും കൂടി എഴുതാനായിരുന്നു ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദിസ് ആസ് എ ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ഓൾജിബ്ര ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഓൾജിബ്രിക് ഫോം നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് ഇത് മാറ്റി എഴുതണം. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? -2 വരുന്നുണ്ടോ അവ തമ്മിലുള്ള, അതായത് ഈക്വൽ ടൂവിന് ഇപ്പുറമുള്ളതും ഈക്വൽ ടൂവിന് അപ്പുറവും നമ്മൾ 2ന്റെ ഡിഫറൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റത്തെ പാറ്റേൺ നോക്കുക. ഇവിടെ 4 ആ വരുന്നത് അല്ലേ? 1 into 4 4. ഇപ്പുറത്തേക്ക് ബ്രാക്കറ്റ് തുറക്കുമ്പോൾ നമുക്ക് 3 into 2 6. 4ഉം 6ഉം തമ്മിൽ 2ന്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. അപ്പോൾ അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഓൾജിബ്രിക് ഫോമിലും വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാറ്റേണിൽ 1 into 4 ഫസ്റ്റ് സീരീസ് അതായിരുന്നു. 1 into 4ഉം പിന്നീട് 2 into 3 -6 എന്നായിരുന്നു. ദാറ്റ് മീൻസ് ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യ എടുക്കുന്നു. 1ഉം 4ഉം എടുക്കുന്നു. പിന്നെ ഇടയിലുള്ള 2 സംഖ്യകൾ എടുക്കുന്നു. -6 അല്ല -2 എന്നാണ് വരുന്നത്. 4ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആയിരുന്നു നമുക്ക് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ 1ന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് കൊടുക്കുന്നു. ഇൻറ്റു 4ന് പകരം നമ്മൾ എന്താ കൊടുക്കുന്നത്? എക്സ് പ്ലസ് 3. അപ്പോൾ എക്സ് പ്ലസ് 3നെ ബ്രാക്കറ്റിലിടാം. എക്സ് പ്ലസ് 3നെ ബ്രാക്കറ്റിലിടുന്നു. ഈക്വൽ ടു 2ന് വരെ നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് പ്ലസ് 1 എന്നും 3ന് വരെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? എക്സ് പ്ലസ് 2. എക്സ് പ്ലസ് 2. 2ന് പകരം എക്സ് പ്ലസ് 2 കൊടുക്കുന്നു. 2ന് പകരം എക്സ് പ്ലസ് 3ന് പകരം എക്സ് പ്ലസ് 2 എന്ന് കൊടുക്കുന്നു. -2 നമുക്കൊന്ന് അവിടെ ഇട്ടേക്കാം. ഇനി നമുക്ക് നോർമലി ചെയ്യുന്ന പരിപാടി തന്നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സിന് എക്സ് കൊണ്ടും 3 കൊണ്ടും ചെയ്യുന്നു. അപ്പുറത്ത് നമുക്ക് നോക്കാം. എക്സിന് എക്സ് കൊണ്ട് ആദ്യം ചെയ്യാം, അത് കഴിഞ്ഞ് 2 കൊണ്ട് ചെയ്യാം. പിന്നീട് 1ന് എക്സ് കൊണ്ട് ചെയ്യാം, അതിനുശേഷം 1നെ 2 കൊണ്ട് ചെയ്യാം. നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് എക്സ് ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 3 ദാറ്റ് ഈസ് 3x ഈക്വൽ ടു, ഇപ്പുറത്തെ ഈക്വൽ ടുവിൻ്റെ സൈഡിൽ ഇതാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 ദാറ്റ് ഈസ് 2x പ്ലസ് 1 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 2. -2 അവിടെ തന്നെ കിടക്കട്ടെ. നമുക്ക് നോക്കാം. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 3x ഇനി ഒന്നും ചെയ്യാനായിട്ടില്ല. ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു 2x ഉണ്ട്, എക്സ് ഉണ്ട്. നമുക്കതിനെ 3x ആയിട്ട് എഴുതാം അല്ലേ? സോ എക്സ് സ്ക്വയർ പ്ലസ് 3x ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x
പ്ലസ് 2 മൈനസ് 2. പ്ലസ് 2ഉം മൈനസ് 2ഉം അടുത്തടുത്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പ്ലസ് 2ഉം മൈനസ് 2ഉം അത് രണ്ടും കട്ട് ചെയ്ത് പോകില്ലേ. പ്ലസ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, പ്ലസ് 2 മൈനസ് 2 ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. 0 എന്നാണ് വരുന്നത്. അപ്പൊ അത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ രണ്ട് സമ്മും ഒന്നാകുന്നു. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവ തമ്മിലുള്ള ഡിഫറൻസ് 2 ആയിട്ട് നമുക്ക് കിട്ടുന്നു. അവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 2 എന്ന് കിട്ടുന്നു. അപ്പൊ നമ്മുടെ കറക്റ്റ് ഫസ്റ്റ് നമ്മൾ എഴുതിയ സീരീസിനോട് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് ഓൾജിബ്രിക് ഫോമിൽ സാധിക്കുന്നു. യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കമ്പ്യൂട്ട് ദ സ്ക്വയർ ഓഫ് ദീസ് നമ്പേഴ്സ്. തന്നിരിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗങ്ങൾ കാണുക, വർഗ്ഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്പേഴ്സ് ഒന്ന് നോട്ട് ചെയ്തേ. 49, 98, 52, 10.2. അപ്പോൾ ഇത് നോർമലി 49 സ്ക്വയർ എടുക്കാന്ന് പറഞ്ഞാൽ 49 × 49. ഒരു നമ്പറിന്റെ സ്ക്വയർ എടുക്കാന്ന് പറഞ്ഞാൽ ആ നമ്പറിന്റെ പ്രൊഡക്റ്റ് എടുക്കുക, സെയിം നമ്പർ വെച്ച് തന്നെ പ്രൊഡക്റ്റ് എടുക്കുക എന്നുള്ളതാണ് അർത്ഥം. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഐഡന്റിറ്റീസ് യൂസ് ചെയ്താണ്. നമുക്ക് 49 × 49 ചെയ്യാനായിട്ട് അറിയാം, പക്ഷെ എക്സാമിന് എന്താണ് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ പ്രയോഗിക്കേണ്ട ഇക്വേഷൻ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ഇക്വേഷൻ ആയ a-b² എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതായത് നമ്മൾ ആദ്യം 49നെ രണ്ട് സംഖ്യകളുടെ സബ്ട്രാക്ട് ചെയ്ത് എഴുതണം. 49നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ആളാരാണ്? 50 - 1. എന്താണ് 50 - 1 എന്ന് ആക്കാം. സോ 50യെ നമ്മൾ a ആയിട്ട് എടുക്കും, 50യെ നമ്മൾ a ആയിട്ട് എടുക്കുന്നു ആൻഡ് 1നെ നമ്മൾ b ആയിട്ട് എടുക്കുന്നു. യെസ്, അപ്പൊ 49ൽ 50നെ നമ്മൾ a ആയിട്ടും 1നെ നമ്മൾ b ആയിട്ട് എടുത്തു അല്ലെ. 50ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് 49 ആണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഇനി ഇക്വേഷൻ ഒന്ന് എഴുതാം. a-b². കാരണം എന്താണ് a - b എടുക്കാൻ കാരണം എന്താണ്? നമ്മൾ 50 - 1 ആണ് എടുത്തേക്കുന്നത് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ a-b² എടുത്തേക്കുന്നത് അല്ലേ. യെസ്, അപ്പൊ 49² കിട്ടണമെങ്കിൽ a-1² എടുക്കാം. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് a-b². നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a² - 2ab + b². അപ്പൊ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് കാണാതെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ a എടുത്തേക്കുന്നത് ഏതാണ്? നമ്മുടെ a 50 ആണ്. 50² - 2 × a എത്രയാണ്? a 50 ആൻഡ് b എത്രയാണ്? b നമ്മൾ 1 ആണ് എടുത്തിരിക്കുന്നത്. 1 + 1² എന്ന് എഴുതുന്നു. ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ എഴുതി, എന്നിട്ട് അതിലേക്ക് നമ്മുടെ എയും ബിയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇനി 50യുടെ സ്ക്വയർ എടുത്ത് നോക്കാം. 50യുടെ സ്ക്വയർ എടുക്കാൻ എളുപ്പമാണ്. 5ന്റെ സ്ക്വയർ ആദ്യം എടുക്കുക. 5 × 5 എത്രയാണ്? 25. ആ 25നോട് 2 0 ഇട്ട് കൊടുത്താൽ നമുക്ക് 50യുടെ സ്ക്വയർ കണക്കാക്കാം. ഓക്കെ, മൈനസ് 2 × 50 × 1. 50 × 1 50 തന്നെയാണ്. 50 × 2 ചെയ്യുമ്പോൾ എത്രയാണ്? 100 എന്ന് കിട്ടുന്നു. അതിനുശേഷം അവസാനം വരുന്ന ആളാരാണ്? 1². ദാറ്റ് ഈസ് 1 തന്നെ. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്? 1500ൽ നിന്നും 100 കുറയ്ക്കണം. ദാറ്റ് ഈസ് 1400. പിന്നെ ലാസ്റ്റത്തെ ഒന്നുകൂടി കൂട്ടിയിടാം. കൂട്ടിയിടുമ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഫൈനൽ ആൻസർ ഈക്വൽ ടു 2401. 2401 എന്നാണ് നമുക്ക് 49ന്റെ സ്ക്വയർ ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. യെസ്, ഫസ്റ്റ് അത് നമ്മൾ 49 പറഞ്ഞു. 98 ആണ് രണ്ടാമത്. 98 നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 98 രണ്ട് നമ്പേഴ്സിന്റെ 98 സ്ക്വയർ എടുക്കണം. 98 രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ 100ൽ നിന്നും നമുക്ക് 2 കുറയ്ക്കാം അല്ലെ. 100ൽ നിന്നും 2 കുറയ്ക്കാം. എപ്പോഴും ചെറിയ സംഖ്യകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. 98നെ നമുക്ക് വേറെ രണ്ട് നമ്പേഴ്സിന് ഡിഫറൻസ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും, പക്ഷെ എളുപ്പമുള്ള നമ്പേഴ്സ് എടുക്കുക. സോ 100 - 2² നമുക്ക് നേരെ അപ്ലൈ ചെയ്യാം. എത്രയാണ്? a². ദാറ്റ് ഈസ് a എത്രയാണ്? 100. b ആണ് 2. a² വരുമ്പോൾ 100². a² - 2ab ദാറ്റ് ഈസ് 2 × a 100 a × b. b എത്രയാണ്? 2 പ്ലസ് b² നമ്മുടെ 2². അങ്ങനെയാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. 100² എന്ന് പറയുമ്പോൾ 1 ഇട്ട് കൊടുക്കാം. 4 0 ഇടണ്ട കേട്ടോ, കാരണം ഇവിടെ ഓൾറെഡി 2 0 ഉണ്ട്. അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 0 കൂടി കൂടുതൽ വരും. അപ്പൊ എത്രയാ? 10000 ആണ് നമുക്ക് കിട്ടേണ്ടത്. മൈനസ് 2 × 100 200 200 × 2 ദാറ്റ് ഈസ് 400. 400 ആണ് ഇവിടെ കിട്ടേണ്ടത്. അതിനുശേഷം 2² ദാറ്റ് ഈസ് 4 എന്നാണ് കിട്ടുക. ഇനി 10000ൽ നിന്നും ആദ്യം 400 കുറയ്ക്കണം. അപ്പോൾ 9600 കിട്ടും. അതിനോടൊപ്പം ഒരു 4 കൂടി കൂട്ടിയാൽ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടേണ്ടത്
9604 അല്ലെങ്കിൽ 9604 എന്നാണ് നമുക്ക് 98ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് 52 ആണ് അല്ലേ. 52 ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും എളുപ്പം അഡീഷൻ ചെയ്യാനാണ്. 50 + 2 ആണ് 52 വരേണ്ടത്. 50 + 2. സോ 52ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 50 + 2 വെച്ചെടുത്താലും നമുക്ക് കിട്ടും. അപ്പൊ എന്താണ് ഇവിടെ ഫോം മാറി അല്ലേ. ഫോം ഏതിലേക്ക് മാറി? a + b the whole square ഫോമിലേക്ക് കാര്യങ്ങൾ മാറുന്നു. a + b the whole square. a + b the whole squareന്റെ ഇക്വേഷൻ ചെയ്യണമെങ്കിൽ അല്ലേ a² + 2ab + b² എന്ന നമ്മുടെ ഇക്വേഷൻ അറിഞ്ഞാലേ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഏതാണ് a എടുക്കേണ്ടത്? a നമ്മുടെ 50 ആണ് a എടുക്കേണ്ടത്. b നമ്മുടെ 2. അതിനുശേഷം നമുക്ക് ചെയ്തു നോക്കാം. a square, that is a square എന്ന് പറയുമ്പോൾ 50 square plus 2 into 50 into 2. 2 into 50 into 2 എഴുതി. ആൻഡ് അതിനുശേഷം 2 the whole square. നമ്മൾ b square എടുക്കും. 2 നമ്മുടെ b ഇവിടെ 2 ആണ്, അതുകൊണ്ട് 2 square. 50 square നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എടുത്ത പോലെ തന്നെ 5ന്റെ സ്ക്വയർ എടുക്കുന്നു. 2 0 ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഒരു 0 ആണുള്ളത്, അത് സ്ക്വയർ ചെയ്യുമ്പോൾ 2 0 ആയിട്ട് മാറും. പ്ലസ് 50 into 2, that is 100. 100 into 2, 200. പ്ലസ് 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. ഇനി അതിനുശേഷം 2500 200 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 2700 എന്ന് കിട്ടുന്നു. 2700 പ്ലസ് 4. സോ ദ ഫൈനൽ ആൻസർ ഈസ് 2704. 2704 എന്നാണ് നമുക്ക് 52നെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. അത് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് വേണം അത് ചെയ്യാനെന്ന് മാത്രം. നോർമലി ചെയ്യാനായിട്ട് പാടില്ല. യെസ്, നമ്മുടെ അടുത്തത് 10.2. 10.2 ചെയ്യുമ്പോൾ നമുക്ക് 10ഉം 0.2 എടുക്കേണ്ടത്. 10ഉം 0.2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10.2 കിട്ടുന്നു. സോ ഇവിടെ a ഏതാണ് വരിക? a നമ്മുടെ 10 ആൻഡ് 0.2 ആണ് b ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെയും എന്താണ്? a + b the whole square തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുക്കുന്നു? a square, that is 10 square plus 2 into a into b. അപ്പോൾ ആദ്യം 2 എഴുതുന്നു. അതിനുശേഷം a എത്രയാണ്? 10. b എത്രയാണ്? 0.2 പ്ലസ് b സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.2 the whole square. 0.2 the whole square. ഓക്കെ, നോക്കുമ്പോൾ 10ന്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. അത് 100. 10ന്റെ സ്ക്വയർ 10 × 10 100 ആണ്. ഇനി 2 × 10 അത് എത്രയാണ്? 20. ഇവിടെയാണ് കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക ചെയ്യാനായിട്ട്. 20 × 0.2 അവിടെ കിടക്കട്ടെ, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. പ്ലസ് 0.2 the whole square, that means 0.2 × 0.2. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 0.2 × 0.2 ചെയ്യുമ്പോൾ എന്താണ് വരിക? 4 വരുന്നു. ആൻഡ് ഒരു 0 കൂടി വരും, 0.0. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം, 0.2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 0.2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 0.04 എന്നാണ് വരേണ്ടത്. ആദ്യം നമ്മൾ 2ന്റെ സ്ക്വയർ എടുത്തു അല്ലെ. 4 2ന്റെ സ്ക്വയർ ആണ്, പക്ഷെ ഇവിടെ 0.2 സ്ഥാനമൊന്നുമില്ല അല്ലെ. പക്ഷെ അത് സ്ക്വയർ എടുക്കുമ്പോൾ ഒരു 0 കൂടി കയറി വരും. ഇവിടെ 2 ഒറ്റയ്ക്കാണ് നിന്നിരുന്നതെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ ഒരാൾ കൂടെ നമ്മുടെ സ്ക്വയറിന്റെ കൂടെ കയറി വരുന്നു. ആൻഡ് അതിനുശേഷം നമ്മളിത് വീണ്ടും ചെയ്യുമ്പോൾ 20 × 0.2. അതിന് ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 20 × 2 ചെയ്യാം. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ 20 × 2 ആദ്യം ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 0.40 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ പോയിന്റ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ എത്ര സ്ഥാനം നീക്കിയാണ് പോയിന്റ് വന്നിരിക്കുന്നത്? ഒരു സ്ഥാനം നീക്കി. അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. 4.1 അഥവാ 4 എന്ന് കിട്ടുന്നു. അപ്പോൾ 20 × 0.2 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4 ആണ് കിട്ടുന്നത്. സോ 100 പ്ലസ് 4 പ്ലസ് 0.04 എന്നാകും നമ്മുടെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി 100 പ്ലസ് 4 104 പ്ലസ് 0.04. ഇനി ഇവിടെ കൂട്ടാനായിരിക്കും കുറച്ച് പേർക്ക് വീണ്ടും പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 104 എടുത്ത് എഴുതാം, ഒരു 0 ഇടാം, 2 കുത്തിടാം. 104 എടുത്ത് എഴുതാം, ഒരു പോയിന്റ് ഇടാം, 2 0 ഇടാം. എന്നിട്ട് ഇവിടെ എന്താണ്? 0.04 ആണല്ലേ. അപ്പോൾ പോയിന്റ് ഒരേ സ്ഥാനത്ത് തന്നെ വന്നു. ഇനി 04 ആണുള്ളത്. 04 ആൻഡ് ഇപ്പുറത്തൊരു 0 ഉണ്ട്, അത് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കണക്ക് തെറ്റൊന്നുമില്ല. ഇനി നമുക്ക് ആഡ് ചെയ്യാം. 0യും 4 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 4 ആണ് വരേണ്ടത്. ആൻഡ് 0യും 0 കൂടി കൂട്ടുമ്പോൾ
0 തന്നെ. 0.4 + 0 that is 4 0 1 104.04 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. 104.04 എന്നാണ് നമ്മൾ 10.2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പോയിന്റ് വരുമ്പോഴാണ്. ഇവിടെ പോയിന്റ് വരുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കണം. ഫസ്റ്റത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കുമ്പോൾ 68 സ്ക്വയർ മൈനസ് 32 സ്ക്വയർ എന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തത് 3½ സ്ക്വയർ മൈനസ് 2½ സ്ക്വയർ 201 × 199 10.7 × 9.7. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഗതി എന്ന്. 68 സ്ക്വയർ മൈനസ് 32 സ്ക്വയർ നമ്മൾ കണ്ടേക്കുന്ന ഐഡന്റിറ്റീസിൽ a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ആണ് ഇത്. അത് വെച്ച് ചെയ്യേണ്ടതാണ് ഇവിടെ ചെയ്യണം. a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. സോ ഈ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട് 68 സ്ക്വയർ മൈനസ് 32 സ്ക്വയർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അല്ലാതെ നമ്മൾ നോർമലി ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് a എത്രയാണ് നമ്മൾ എടുക്കുന്നത്? a ഈക്വൽ ടു 68ഉം b ഈക്വൽ ടു 32ഉം എടുക്കുന്നു. b ഈക്വൽ ടു 32 എടുക്കുന്നു. നമുക്ക് നോക്കാം, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. a പ്ലസ് ബി ദാറ്റ് ഈസ് 68 പ്ലസ് 32 ബ്രാക്കറ്റിലിട്ടു. അതിനുശേഷം അവരെ മൈനസ് ചെയ്യണം അല്ലെ. ആദ്യം പ്ലസ് ചെയ്തു, 68 32 കൂടെ ആദ്യം പ്ലസ് ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ അവരെ മൈനസ് ചെയ്യുന്നു. 68 മൈനസ് 32, 68 മൈനസ് 32. അപ്പോൾ നമുക്ക് നോക്കാം, 68ഉം 32ഉം കൂടി കൂട്ടണം അല്ലെ. 100 നമുക്ക് കിട്ടുന്നത്. 68 32 കൂട്ടുമ്പോൾ നമുക്ക് 100 എന്ന ആൻസർ കിട്ടുന്നു. അതിനുശേഷം 68ൽ നിന്ന് 32 കുറയ്ക്കണം. 6 3 36 നമുക്ക് വരുന്നത്. 8ൽ നിന്നും ആദ്യം 2 കുറയ്ക്കുക, അപ്പോൾ 6 കിട്ടുന്നു. പിന്നെ 6ൽ നിന്നും 3 കുറയ്ക്കുക. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. 36 കിട്ടുന്നു. ഇനി 100 × 36 ചെയ്യാം. ദാറ്റ് ഈസ് 3600. 3600 എന്നാണ് നമുക്ക് ഇതിന്റെ ഫസ്റ്റത്തേന്റെ ആൻസർ കിട്ടുന്നത്. ഏതാണ് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ ആൻസർ എത്രയാണ്? 3600 എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടേണ്ടത്. യെസ്, രണ്ടാമത്തെ 3½ സ്ക്വയർ മൈനസ് 2½ സ്ക്വയർ. 2½ സ്ക്വയർ നമുക്ക് 3യുടെ സ്ക്വയർ എടുക്കണം. അതിൽ നിന്നും 2½ സ്ക്വയർ മൈനസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ഫോമിലാണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. നമുക്ക് അറിയാം a എത്രയാണ്? a ഈക്വൽ ടു 3½ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. b ഈക്വൽ ടു എത്രയാണ്? 2½ ഇനി നമ്മളതങ്ങ് അപ്ലൈ ചെയ്യാം. a പ്ലസ് ബിയിലേക്കും a മൈനസ് ബിയിലേക്കും നേരിട്ടങ്ങ് അപ്ലൈ ചെയ്യാം. ആദ്യം 3½ പ്ലസ് 2½ ചെയ്യുന്നു. അതിനുശേഷം 3½ മൈനസ് 2½ ഓക്കെ. 3യും 2യും കൂടി കൂട്ടാനായിട്ട് നോക്കുമ്പോൾ ആദ്യം 3ഉം 2ഉം കൂടി കൂട്ടുക. 3ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 5 കിട്ടുന്നത് അല്ലേ. അതിനുശേഷം അര കൂട്ടുക. അപ്പോൾ എത്ര? അര 1. അപ്പോൾ 5ഉം പ്ലസ് 1 ദാറ്റ് ഈസ് 6 അവിടെ കിടക്കട്ടെ. അതിനുശേഷം ഇവിടെ 3.5ൽ നിന്നും 2.5 കുറയ്ക്കുക. കറക്റ്റ് 1 എന്നാണ് നമുക്ക് കിട്ടുക. 3.5 മൈനസ് 1.5 ദാറ്റ് ഈസ് 3.5 മൈനസ് 2.5 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടുന്നു. ഇവിടെ 6 ഇവിടെ 1. സോ നമ്മുടെ ആൻസർ ഈസ് 6 എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടേണ്ടത്. 6 ആണ് നമ്മുടെ 3.5യുടെ സ്ക്വയറിൽ നിന്നും 2.5യുടെ സ്ക്വയർ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ദാറ്റ് ഈസ് 6. യെസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തതുപോലെയല്ല, വ്യത്യാസമുണ്ട്. 201ഉം 199. അപ്പം ഞാൻ ആദ്യം ഇക്വേഷൻ ഒന്ന് എഴുതാം. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പം നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ 201ഉം 199 തമ്മിലൊരു വ്യത്യാസം അല്ല, ഒരു ബന്ധമുണ്ട്. എന്താണ്? 200നോട് 1 കൂട്ടിയാലാണ് 201 കിട്ടുന്നത് അല്ലേ. 201 ഈക്വൽ ടു 200 പ്ലസ് 1. പിന്നെ 199 കിട്ടണമെങ്കിലോ 200ൽ നിന്നും 1 മൈനസ് ചെയ്യണം. അപ്പം സെയിം സംഖ്യകൾ ആഡും സബ്ട്രാക്റ്റും ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ്? ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. a പ്ലസ് ബി ദാറ്റ് ഈസ് 201, a മൈനസ് ബി ദാറ്റ് ഈസ് 199. അപ്പോൾ എയും ബിയും എന്താണ്? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ചെയ്യുമ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെങ്കിൽ 201 ഇൻറ്റു 199 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ a ഏതാണ് ക്വസ്റ്റ്യനിൽ? a നമ്മുടെ 200 ആണ്, b നമ്മുടെ 1 ആണ് അല്ല. എന്നാലേ 201 കിട്ടത്തുള്ളൂ. a പ്ലസ് ബി ചെയ്യുമ്പോൾ 201 കിട്ടത്തുള്ളൂ. ആൻഡ് 200ൽ നിന്ന് 1 കുറച്ചാലേ നമ്മുടെ 199 കിട്ടുള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ സൈഡാണ് തന്നിരിക്കുന്നത്. ഇത്രയും നേരം തന്നത് ഇതായിരുന്നു. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരുന്നു ഈ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസിൽ തന്നിരുന്നത്. പക്ഷേ ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻസിൽ ഇപ്പുറത്തെ സൈഡാണ് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ് തന്നിരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എ എത്രയാണ് 200. സോ 200 ദ ഹോൾ സ്ക്വയർ മൈനസ് ബി എത്രയാണ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 200ന്റെ സ്ക്വയർ എങ്ങനെ എടുക്കാൻ നോക്കാം. 2ന്റെ സ്ക്വയർ ആദ്യം എഴുതണം മക്കളെ, ദാറ്റ് ഈസ് 4. ഇനി 2 പൂജ്യം ഉണ്ട് അല്ലേ, 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആകുന്നു. അപ്പോൾ 4 പൂജ്യം വരണം. ആദ്യം 2ന്റെ സ്ക്വയർ എടുത്ത് എഴുതി, പിന്നെ 2 പൂജ്യം ഉണ്ട്, അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 പൂജ്യം വരണം. അതിൽ നിന്നും 1 സ്ക്വയർ ദാറ്റ് ഈസ് 1 തന്നെ. ഇനി ഇത് കുറയ്ക്കണം. 40,000 നിന്ന് 1 കുറയ്ക്കാം, 3 കിട്ടുന്നു. 4 പ്രാവശ്യം 9 എഴുതണം കേട്ടോ, 4 പ്രാവശ്യം 9 എഴുതണം. എന്നാലേ 39,999 എന്നുള്ളൊരു ആൻസറിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. സോ 201നെ 199 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ സമയം എടുക്കും. ഐഡന്റിറ്റീസ് വെച്ചാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാനും പറ്റും. 39,999 ആണ് നമ്മുടെ ഓഫർ പ്രൈസ് ഒക്കെ ഇടുന്ന പോലെ 39,999 നമുക്ക് സിയുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. യെസ്, നെക്സ്റ്റ് എന്താണ് 10.7 ഇൻറ്റു 9.3. ഇതും എന്ത് ഫോമിലാണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. നോക്കാം നമുക്ക് 10.7 9.3. അപ്പോൾ എ വരേണ്ടത് എത്രയാണ്, 10ഉം ബി 0.7. ശ്രദ്ധിച്ചേ, 10.7 10 പ്ലസ് 0.7 ആണ് 10.7 കിട്ടേണ്ടത്. അതുപോലെ തന്നെ അടുത്തതിൽ എ മൈനസ് ബി ആണ്. 10ൽ നിന്നും 0.7 കുറച്ചാലാണ് നമുക്ക് 9.3 കിട്ടുന്നത്. അപ്പോൾ ഈ ഫോമിലാണ് ഇത് കിടക്കുന്നത്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ നമുക്ക് എന്തിലേക്ക് മാറ്റണം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് എ നമുക്ക് 10 ആണെന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 10 സ്ക്വയർ മൈനസ് 0.7 അതിൻ്റെയും സ്ക്വയർ എടുക്കണം. 10ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടുന്നു. മൈനസ് 7ന്റെ സ്ക്വയർ ആദ്യം എടുക്കുക. 7ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 49. ആൻഡ് ഇവിടെ ഒരു സ്ഥാനമാണുള്ളത്, ഒരു സ്ഥാനം ഇല്ലാതെയാണ് ഇവിടെ സ്ക്വയർ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് മാറുമ്പോൾ പോയിന്റ് കൂടെ വരുന്നു. 0.49 എന്നാണ് നമുക്ക് 0.7 ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. 0.7 ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടേണ്ടത് 0.49 എന്നായിരുന്നു. യെസ്, 100ൽ നിന്ന് നമുക്കിനി 0.49 അതായത് 0.7ന്റെ സ്ക്വയർ കുറയ്ക്കണം. 100ൽ നിന്ന് 1 കുറച്ച് നമുക്ക് 99 കിട്ടുന്നത് അല്ലേ. പിന്നെ 49 കൂടെ കുറയ്ക്കണം, ദാറ്റ് ഈസ് 51. 99.51 ആണ് നമുക്കിവിടെ കിട്ടണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 100.00 ഇട്ടിട്ട് പോയിന്റ് കറക്റ്റായിട്ട് ചെയ്താൽ 49 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടേണ്ടത്, നമ്മുടെ ഇവിടെ ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 99.51 എന്നാണ് നമുക്ക് ഇങ്ങനെ, ദാറ്റ് മീൻസ് ഡെസിമൽ ഒരേ സ്ഥലത്ത് എഴുതി ചെയ്യുമ്പോൾ കിട്ടുന്നത് 99.51 എന്നാണ് നമ്മുടെ 10.7 ഇൻറ്റു 9.3ന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നോക്കി 125 ഇൻറ്റു 75 അതൊരു സൈഡിലുണ്ട്, മൈനസ് 126 ഇൻറ്റു 74. ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ആദ്യം അറിയാം 125 ഇൻറ്റു 75. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും 125 100 പ്ലസ് 5 ആണ് 125 ആൻഡ് 100 മൈനസ് 25 ആൻഡ് 100 മൈനസ് 25 ആണ് 75 വരേണ്ടത്. അപ്പോൾ എന്ത് ഫോമിലാണ് കിടക്കുന്നത്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇവിടുത്തെ എയും ബിയും ഏതൊക്കെയാണ്, 100ഉം ആൻഡ് ബി ഈക്വൽ ടു 25. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ് ഇത് കിടക്കുന്നത്. നമ്മളിത് മാറ്റുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. ഓൾറെഡി ഒരു സൈഡിൽ ഇക്വേഷൻ ഇവിടെ ഉണ്ട്, അപ്പോൾ അടുത്ത സൈഡിൽ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ഇവിടെ കിടക്കുന്നുണ്ട്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുത്തു എ എത്രയാണ് 100 ദ ഹോൾ സ്ക്വയർ, 100 the whole square minus 25 the whole square, 25 the whole square. നമുക്ക് നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഇത് കണ്ടുപിടിക്കണം. 100ന്റെ സ്ക്വയർ ആദ്യം 100 ഇടാം, 2 പൂജ്യം കൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 25ന്റെ സ്ക്വയർ 625 എന്നാണ് വരിക. യെസ്, നമുക്ക് കുറയ്ക്കുമ്പോൾ 9375 എന്നാണ് നമുക്ക് 10,000ൽ നിന്നും 625 കുറയ്ക്കുമ്പോൾ 10,000 എടുക്കുന്നു, അതിനകത്ത് നിന്ന് 625 കുറയ്ക്കുമ്പോൾ നമുക്ക് 9375 9375 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് സൈഡ് അല്ലേ, ആദ്യം നമ്മൾ 125 ഇൻറ്റു 75 ആണ് ചെയ്യുന്നത്. ഇനി 126 ഇൻറ്റു 74 ചെയ്യണം. 126 ഇൻറ്റു 74 ചെയ്യുമ്പോൾ 100 പ്ലസ് 26 എടുക്കാം ആൻഡ് 100 മൈനസ് 26 ആണ് 74 കിട്ടേണ്ടത്. 74 എന്ന് പറഞ്ഞാൽ 100 മൈനസ് 26ഉം 100 പ്ലസ് 26 ആണ് 126 കിട്ടേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എയും ബിയും ഏതൊക്കെയാണ്, എ ഈക്വൽ ടു 100, ബി ഈക്വൽ ടു 26. യെസ്, അപ്പോൾ എയും ബിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ആദ്യം 100 സ്ക്വയർ
മൈനസ് ബി എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 26. സോ 26 ദ ഹോൾ സ്ക്വയർ. 1 2 3 4 നമ്മൾ ഇട്ടു 2 0 ആണെന്നുണ്ടെങ്കിൽ അതിന് സ്ക്വയർ എടുക്കുമ്പോൾ 2 0 കൂടി കൂടുതൽ വരണം. ആൻഡ് 26 സ്ക്വയർ ദാറ്റ് ഈസ് 760 ആണ്. 676 676 എന്നാണ് നമുക്ക് 10,000 നിന്നും 26 സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് എന്താണ് അത് കുറച്ചെടുത്ത എമൗണ്ട് വേണം. യെസ് 9324 എന്നാണ് നമുക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ ഒരു സംഖ്യ കിട്ടിയിരുന്നു അല്ലെ, ആദ്യം ഇതിന്റെ ഡിഫറൻസ് എത്രയായിരുന്നു? 9375 ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയത്. 9375, അതായത് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 9375 എന്ന് ആദ്യം ആൻസർ കിട്ടി. ഇപ്പൊ നമുക്ക് കിട്ടി 9324. ഇനി അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉത്തരമായി ആദ്യം രണ്ടും 93 ആണ്, അത് ക്യാൻസൽ ആയി പോകും. പിന്നെ 5ഉം 4ഉം, അപ്പോൾ 1ന്റെ പ്ലേസിൽ 1 വരും. പിന്നെ 7ഉം 2ഉം അതിനകത്ത് കുറയ്ക്കുമ്പോൾ 5 വരും. സോ ആൻസർ ഈസ് 51. സോ നമുക്ക് കിട്ടേണ്ട ആൻസർ എത്രയാണ്? 51 എന്നാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ a² - b² ഫോമിൽ ചെയ്തിട്ടാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. യെസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വേറൊരു മെത്തേഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ്? 11.3 × 10.7 രണ്ട് സംഖ്യകളുടെ അഡീഷൻ ആയിട്ടും ഡിഫറൻസ് ആയിട്ടും നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. സോ 11.3 നമുക്കറിയാം, 11 + 0.3 ആൻഡ് അടുത്തത് 10.7 ദാറ്റ് ഈസ് 11 - 0.3. സോ ആഡ് ചെയ്യുന്നു, സെയിം നമ്പേഴ്സിനെ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും കിട്ടുന്ന നമ്പേഴ്സ് ആണ് ഇവിടെ കിടക്കുന്നത്. സോ ഇത് എന്ത് ഫോമിലാണ്? a + b × a - b ഫോമിലാണ് അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ഫോമിലേക്ക് മാറ്റണം? a² - b² ഫോമിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. a² - b². a എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കിട്ടിയത്? നമുക്ക് 11 a ആയിട്ടും b നമ്മൾ 0.3 ആയിട്ടും എടുക്കുന്നു. നമ്മൾ ഇവിടെ തന്നെ എഴുതാനായിട്ട് പോവാണേ. a² - b² ദാറ്റ് ഈസ് 11² - b എത്രയാണ്? 0.3 ദ ഹോൾ സ്ക്വയർ. നമുക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം a + b × a - b ഫോമിലാണെങ്കിൽ നമുക്ക് a² - b² ഫോമിൽ നിന്ന് മാറ്റി എഴുതാലോ. ഓക്കെ, ആൻഡ് മൈനസ്, ഈ നടുക്കത്തെ മൈനസ് ഞാൻ താഴത്തേക്ക് എടുത്ത് എഴുതി. ഇനി അടുത്തത് ഏതാണ്? 11.7ഉം 10.3. അത് എത്രയായിരിക്കും? 11 + 0.7 ആയിരിക്കും അല്ലെ. 11.7. യെസ്, അപ്പൊ 11ഉം 7ഉം 0.7 ആണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അടുത്തൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, അത് തന്നെ ഡിഫറൻസ് എടുത്താലും നമുക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 11ൽ നിന്നും 0.7 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 10.3 കിട്ടും. ശരിയാണ്, അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. യെസ്, അപ്പോൾ 11 + 0.7 ആണ് നമുക്ക് 11.07 എന്ന് കിട്ടുന്നത്. ഇനി അതിനകത്ത് തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കണം. 11ൽ നിന്നും 0.7 കുറയ്ക്കുമ്പോൾ നമുക്ക് 10.3 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് നോക്കുമ്പോൾ അറിയാം, 11ൽ നിന്നും 0.7 കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും 10.3 തന്നെയാണ് കിട്ടുക. കറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 11ഉം 0.7ഉം 11ഉം 0.7ഉം. അപ്പോൾ ഞാൻ അത് വീണ്ടും ഇതിൻ്റെ അടിയിലേക്ക് വന്ന് കൊടുത്ത് എഴുതുകയാണ്. എത്രയാണ്? a² മൈനസ് എത്രയാണ് നമുക്ക് b കിട്ടിയേക്കുന്നത്? 0.7 ദ ഹോൾ സ്ക്വയർ. 0.7 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്വയർ മാറ്റാനായിട്ട് നിൽക്കുന്നില്ല. അതിന് മുന്നേ ആയിട്ട് വേറൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ നോക്കാം, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 11² ദാറ്റ് ഈസ് 121 മൈനസ് 0.3നെ നമ്മൾ എന്താണ് സ്ക്വയർ ആക്കി എടുക്കുന്നു. ദാറ്റ് ഈസ് 0.09 എന്ന് കിട്ടുന്നു. 0.09 മൈനസ് 121. ഇവിടെ വേറൊരു സംഗതിയുണ്ട്, മൈനസും വരുന്നത് കൊണ്ട് ഇത് പ്ലസ് ആയി മാറുന്നു. ഓക്കെ, ഇതിന് നടുക്ക് മൈനസ് ആണ് വന്നേക്കുന്നത് അല്ലെ. നടുക്ക് മൈനസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായി മാറുന്നു? പ്ലസ് ആയി മാറുന്നു. അതുകൊണ്ട് ഇവിടെ പ്ലസ് എന്നാണ് ഇടേണ്ടത്. സോ പ്ലസ് 0.7 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 0.49. ഈ ഇക്വേഷനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവിടെ ഒരു 121 ഉണ്ട്, ഇവിടെ ഒരു 121 ഉണ്ട്. അത് 11ന്റെ സ്ക്വയർ ആണ്. ആ 121നെ രണ്ടിനും നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞു. ദാറ്റ് ഈസ് 121 മൈനസ് 121. അത് കട്ടായി പോയി. ഇനി കിട്ടുന്ന ഏതാണ്? ഇനി കിട്ടുന്ന രണ്ട് സംഖ്യകൾ ഇതൊക്കെയാണ്. മൈനസ് 0.09 ഉണ്ട്, ഒരു പ്ലസ് 0.49 ഉണ്ട്. യെസ്, അപ്പൊ നമുക്കിനി ബാക്കി ഏതാണുള്ളത്? ഈ സർക്കിൾ ചെയ്തിരിക്കുന്നത് -0.09ഉം പിന്നെ ഇപ്പുറത്ത് എന്താണ്? പ്ലസ് 0.49 ആണുള്ളത്. അപ്പൊ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഏതാണ് വലിയ സംഖ്യ? 0.49 ആണ് വലിയ സംഖ്യ. 0.49 നിന്നും 0.09 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 0.40 അല്ലെങ്കിൽ 40 എന്നാണ് കിട്ടുന്നത്. ഇനി സൈൻ എന്ത് ഇട്ട് കൊടുക്കും എന്നുള്ളതാണ്. വലുതും ചെറുതുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലുതിന്റെ സംഖ്യയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ വലുത് ഏതാണ്? 0.49. അതുകൊണ്ട് പ്ലസ് ആണ് ഇട്ടത്. പ്ലസ് നമ്മൾ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ദ ആൻസർ ഈസ് 0.40 എന്നാണ് നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് കുറച്ചും കൂടി എളുപ്പം. നേരത്തെ നമ്മൾ മൊത്തം കണ്ടുപിടിക്കണമായിരുന്നു. ഇവിടെ ആ ഒരു പ്രശ്നമില്ല, നമുക്ക് വെട്ടി ചെറുതാക്കി ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു.
അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ സർവ്വസമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.